ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗാർലിക് ബ്രെഡ് ആണ്. അത് നമ്മൾ സാധാരണ നോർമൽ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗാർലിക് ബ്രെഡ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഗാർലിക് ബ്രെഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഡോ തയ്യാറാക്കി നമുക്ക് ഗാർലിക് ബ്രെഡ് തയ്യാറാക്കാം. അതല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ ബ്രെഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലുലുലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഒരു നീളത്തിലുള്ളൊരു ബ്രെഡ് ഉണ്ട്. അത് ഇങ്ങനെ ചിരിച്ച് എന്താ പറയുക, സൈഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഗാർലിക് ബ്രെഡ് തയ്യാറാക്കുക. ശരിക്കും അതാണ് എൻ്റെ ബ്രെഡ്. പക്ഷെ നമുക്ക് നോർമലായിട്ടുള്ള ബ്രെഡിലും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാണ്ട് മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി കണ്ടിട്ട്. ഗൈസ്, നമുക്ക് ഗാർലിക് ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ ഞാൻ ബട്ടർ ഒന്ന് എന്താ പറയുക ഉരുക്കിയിട്ടുണ്ട് കണ്ടോ. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്, ഓക്കെ, നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ഗാർലിക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒറിഗാനോ, ഓക്കെ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, ആക്ച്വലി പാർസലിയാണ് ചേർക്കേണ്ടത്. പക്ഷേ നമ്മുടെ കയ്യിൽ മല്ലിയില എന്താ പറയുക, കൊറിയാൻഡർ ലീവ്സേ ഉള്ളൂ. അപ്പോൾ അത് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എത്ര ബ്രെഡ് എടുക്കണോ അതിനനുസരിച്ച് നമ്മൾ ബട്ടർ കൂടുതലെടുക്കാം. അതുപോലെ തന്നെ ഗാർലിക്, ഇതൊക്കെ നമുക്ക് നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് നമുക്ക് കൂട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, ഞാനിവിടെ എടുത്തിരിക്കുന്ന ബട്ടർ എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത ബട്ടറാണ്. ഉപ്പുള്ള ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഉപ്പില്ലാത്ത അൺസോൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബട്ടർ ഗാർലിക്കിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ചീസ് വേണം. ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രെഡ് എടുക്കാം. ഇതിലേക്ക് നമ്മുടെ ബട്ടറിൻ്റെ ആ കൂട്ട്, ബട്ടർ ഗാർലിക്കിൻ്റെ അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ബ്രെഡിൽ ഒരു സൈഡിൽ നമ്മൾ ബട്ടറിൻ്റെ കൂട്ട് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്ലൈസ് ചീസ് എടുക്കുക. ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു സ്ലൈസ് ചീസ് ഉള്ളത്, അപ്പോൾ അത് വെച്ചു. ഇനി നമ്മൾ അടുത്ത ബ്രെഡ് എടുക്കുക. Again we spread the butter. ഓക്കെ, ബട്ടറിൻ്റെ കൂട്ടുണ്ടല്ലോ അത് വീണ്ടും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വി സ്പ്രെഡ് ഇറ്റ്.
അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ മീതെ നമ്മൾ വീണ്ടും ഗാർലിക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതിയാവും കേട്ടോ. ഇനി ഇത് നമ്മൾ പാനിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. പാനിലോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ടോസ്റ്ററോ ഉണ്ടെങ്കിൽ അതിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഗൈസ് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ബട്ടർ ആൻഡ് സ്പ്രെഡ്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗമില്ലേ അത് പാനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ സൈഡിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ടേൺ ചെയ്ത് ഈ സൈഡും കൂടി ഗ്രില്ല് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡിയാവും. സോ ഇത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ, സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ല അടിപൊളിയായിട്ട് റെസിപ്പിയാണ്. ഇതിന് മുന്നും ഞാനൊരു ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഗാർലിക് ബ്രെഡിൻ്റെ ഒരു ബ്രെഡ് എന്ന് പറയുന്നത് ഇത്തിരി നീളമുള്ള ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു ബ്രെഡ് ഉണ്ട്. അത് നമുക്ക് ലുലുലൊക്കെ പോയാൽ കിട്ടും. അപ്പോൾ ആ ബ്രെഡ് വെച്ചിട്ടാണ് ശരിക്കും ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഗാർലിക് ബ്രെഡ് തയ്യാറാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, നോർമലായിട്ടുള്ള ചെറിയ ബ്രെഡ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സൈഡ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ടേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടേൺ ചെയ്ത് കൊടുക്കാം. യെസ്, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ സൈഡും ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. സോ ഗൈസ് നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, രണ്ട് സൈഡും ടോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗാർലിക് ബ്രെഡ് ട്രൈ ചെയ്യുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗൈസ് നിങ്ങളെല്ലാവരും ഗാർലിക് ബ്രെഡ് എങ്ങനെ തയ്യാറാക്കിയെന്ന് കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യോട്ടെ. നല്ല പെട്ടെന്ന് നമുക്ക് ക്വിക്കായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ നന്നായിട്ട്. അതുപോലെ സ്കൂളിൽ വിട്ടു വന്നാലും അവർക്ക് കുട്ടികളെന്ന് പറയുന്നത് കാരണം അവർക്ക് അത് മെയിനായിട്ട് അവർക്ക് നമ്മൾക്ക് ഇപ്പോൾ എന്താ പറയുക സ്കൂളൊക്കെ തുറന്ന കാരണം അവർക്ക് എന്തെങ്കിലും വിശപ്പിന് കഴിക്കാൻ പറ്റുന്ന രീതി നമുക്കും ഇത് നല്ലതാണ്. നമുക്കും അത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പീസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സുകളൊക്കെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെന്താ വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.